എല്ലാവർക്കും നമസ്കാരം. കൊച്ചി മെട്രോയിൽ നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 31 മാർച്ച് 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ധാരാളം വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന ഓരോ പോസ്റ്റുകളും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് ബോർഡ് മാസ്റ്റർ ആണ്. 50 വേക്കൻസി ഉണ്ട്. രണ്ടാമത്തെ ബോർഡ് ഓപ്പറേറ്റർ 16 വേക്കൻസി. മൂന്നാമത്തെ ടെർമിനൽ കൺട്രോളർ 20 വേക്കൻസി. നാലാമത്തെ ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആണ്, 1 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് ബോർഡ് മാസ്റ്റർ 50 വേക്കൻസി ഉണ്ട്. 9,200 മുതൽ 22,200 വരെ സാലറി സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. EPF, ഹെൽത്ത് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ ലഭിക്കുന്നതാണ് അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട്. ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ 10 വിത്ത് ITI ആണ്. അതുപോലെ തന്നെ സെറാങ് മാസ്റ്റർ ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഡിസേബിൾ ആയിട്ട് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്ത ബോർഡ് ഓപ്പറേറ്റർ ആണ്. 16 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 9,200 മുതൽ 22,200 വരെയാണ് IDS സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. +2 അല്ലെങ്കിൽ 10th വിത്ത് ITI ആണ് ക്വാളിഫിക്കേഷൻ. അതുകൂടാതെ ഡ്രൈവർ ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഡിസേബിൾ ആയിട്ട് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 45 വയസ്സ് വരെയാണ്. അടുത്ത ടെർമിനൽ കൺട്രോളർ ആണ്. 10,750 മുതൽ 29,000 വരെയാണ് സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹയർ ക്വാളിഫിക്കേഷൻ BTech ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ITI ഒക്കെ പഠിച്ചവർക്കും റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 35 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആണ് അടുത്ത പോസ്റ്റ്. CA, CMA, ICW ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ CA ഇൻറ്റേൺ, CMA ഇൻറ്റേൺ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 42 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. 19,000 മുതൽ 40,500 വരെ സാലറി സ്കെയിൽ ലഭിക്കുന്ന പോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 42 വയസ്സാണ് ഏജ് ലിമിറ്റ്. റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2026 ആണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്